ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ബൊഗെയിൻവില്ലയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ബൊഗെയിൻവില്ലയുടെ ഒരു സീസൺ തന്നെയാണ്. അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെ ഇല കാണാതെ പൂത്തുലഞ്ഞ് നിൽക്കാൻ യൂസ് ചെയ്യുന്ന ചില ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ബൊഗെയിൻവില്ല ചെടികൾ കൂടുതലായിട്ടും എല്ലാവരും ചട്ടിയിൽ തന്നെയാണ് വളർത്താറുള്ളത്. അപ്പോൾ ഇതിനെ ഒതുക്കി വെട്ടി നിർത്തി പ്രൂൺ ചെയ്ത് കറക്റ്റ് വളങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് വളർത്തുമ്പോൾ അതൊരു ബുഷിയായിട്ട് ഫുൾ പൂത്തുലഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ ചിലരിതിനെ നിലത്തും നടാറുണ്ട്. ഞാനിതിനെ നിലത്തും നട്ടിട്ടുണ്ട്. ഒരു മരം പോലെ ഇതിനെ വളർത്തി അതിനെ ഒരു കാനോപ്പി പോലെ ഉണ്ടാക്കി എടുക്കുമ്പോഴും നല്ല ഭംഗിയിൽ ഇത് നിൽക്കും. രണ്ട് രീതിയിലായാലും ഇതിന് വളരെ കുറച്ച് കെയർ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഗാർഡന് കളർഫുൾ ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ ആണ് ബൊഗെയിൻവില്ല വളർത്തുക എന്നുള്ളത്. അപ്പം പലതരം വെറൈറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. തിക്ക് പെറ്റൽഡ് ആയിട്ടുള്ളത്, ഡബിൾ കളേർഡ് ആയിട്ടുള്ളത്, പിന്നെ ഹൈബ്രിഡ് മുള്ളില്ലാത്ത വെറൈറ്റീസ് ഉണ്ട്, ഹാങ്ങിങ് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ പലതരവും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ചെറിയൊരു സ്റ്റെം കട്ടിങ് കിട്ടിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നല്ലോണം വേര് പിടിച്ച് കിട്ടിയതിന് ശേഷം, സാധാരണ മണ്ണിൽ നട്ട് വേര് പിടിച്ച് കിട്ടിയതിന് ശേഷം വെർമി കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സിലാണ് ഞാനിതിനെ നടുന്നത്. അങ്ങനെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വേനൽക്കാലത്ത് മാത്രം ഡെയിലി ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലത്തെ മണ്ണ് നല്ലോണം ഉണങ്ങിയെന്ന് കാണുമ്പോൾ മാത്രം ഇടവിട്ട ദിവസങ്ങളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതൊരു ചെടിയും നന്നായി പൂത്തുലയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് DAP. ഇതിങ്ങനെ ഗ്രാന്യൂൾസ് ആയിട്ട് നഴ്സറികളിൽ നിന്നും ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു 10-12 തരികൾ മാത്രം ഒരു ചെടിക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഈ ചുവടൊന്ന് ഇളക്കി കൊടുത്ത് നല്ലോണം വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഓർഗാനിക് ആയാലും കെമിക്കലായിട്ടുള്ള NPK പോലുള്ള വളങ്ങൾ യൂസ് ചെയ്താലും വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ വളങ്ങളെല്ലാം ചെയ്താലും നല്ലോണം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ ഇതുപോലെ പൂത്തുലയില്ല. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ടെറസിലോ നല്ല വെയിൽ കിട്ടുന്ന ഒരു 5-6 മണിക്കൂർ വെയിലെങ്കിലും ഇതിന് ദിവസവും കിട്ടുന്ന രീതിയിൽ വെക്കുകയാണെങ്കിൽ നിറച്ച് പൂക്കളുണ്ടാകാൻ തുടങ്ങും. ഈ DAP അല്ലെങ്കിൽ ഡൈഅമോണിയം ഫോസ്ഫേറ്റിൽ ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പൂക്കളിടാനായിട്ട് ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നൊരു ഘടകമാണ്. അതുകൊണ്ട് ഈ DAP ഫെർട്ടിലൈസർ നമുക്ക് എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ഒരു 10-15 തരികൾ മാത്രം എല്ലാ ചെടിക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ കൺട്രോൾഡ് ആയിട്ട് തീരെ കുറഞ്ഞു പോയാലും പൂക്കളെല്ലാം വേഗം കൊഴിഞ്ഞു പോകും. ഇനി അതും പറഞ്ഞ് വെള്ളം കൂടുതലായാലോ ഇലകളെല്ലാം തിങ്ങി നിറഞ്ഞ് വളരാനും തുടങ്ങും. അതുകൊണ്ട് പൂക്കളിടാൻ വേണ്ടി ഈ വെള്ളം ഒഴിക്കുന്ന ട്രിക്ക് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൂണിങ് ആണ്. അതായത് കറക്റ്റായിട്ട് ട്രിം ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഇത് നീണ്ടങ്ങ് പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് സോഫ്റ്റ് പ്രൂൺ ചെയ്ത് നിർത്തണം. അതായത് ഈ നീണ്ടു പോകുന്ന കൊമ്പുകളെയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഷോർട്ടാക്കി കഴിഞ്ഞാൽ പുതിയതായി വരുന്ന ഇലകളെല്ലാം പൂക്കളായി മാറി നല്ലോണം പൂക്കാൻ തുടങ്ങും. മഴക്കാലത്ത് വർഷത്തിലൊരിക്കൽ ഹാർഡ് പ്രൂണിങ് ചെയ്യണം. അതായത് കമ്പുകളെയൊക്കെ നല്ലോണം വെട്ടി ഒതുക്കി നിർത്തണം. അത് പുതിയ ഗ്രോത്ത് ഉണ്ടാവാൻ സഹായിക്കും. അപ്പോൾ ഈ ടിപ്സും ട്രിക്സും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.